യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 13 തിരുവചനം. 16 അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഹാഗാർ. മരുഭൂമിയിലായിരിക്കുന്ന ഹാഗാറിൻ്റെ അടുക്കൽ ദൈവം അവൾക്കായിട്ട് നീരുറവെ സൃഷ്ടിക്കുന്നു. അവളെ ആ ദൈവം തിരിച്ച് അവളുടെ യജമാനൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. 13 തിരുവചനത്തിൽ എങ്ങനെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ കാണുന്ന ദൈവത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമാക്കുന്നു. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. നമ്മളുടെ അടുക്കിലേക്കും കാരുണ്യവാനായ ദൈവം തൻ്റെ കൃപ കാണിക്കുവാൻ വേണ്ടി, തൻ്റെ കൃപ നൽകുവാൻ വേണ്ടി എപ്പോഴും അടുത്തു വരുന്നുണ്ട്. അവനെ നമ്മൾക്ക് പല പേരുകളിൽ വിളിക്കാം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, അഗ്നിഗോളങ്ങൾ പോലെ കണ്ണുള്ളവനാണവൻ. ഇവിടെ ഹാഗാർ പറയുന്നു, അവൻ എൽറോയിയാണ്. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വ്യാപാരത്തിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ ഓരോ അവസരത്തിലും കടന്നു വരുന്ന ദൈവത്തിനെ നമുക്ക് പേര് ചൊല്ലി വിളിക്കാം, പേര് ചൊല്ലി അവനെ ആരാധിക്കാം. എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന സർവശക്തനായ ദൈവം, അവന് മനോഹരമായ പേരുകൾ നൽകാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ അവന് പേര് നൽകുന്നത് പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിന് എനിക്ക് എന്തു പേര് വേണേലും നൽകി ആദരിക്കുവാൻ സാധിക്കും. ദൈവവും അവനുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇന്നത്തെ ദിവസം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിന് സ്നേഹത്തോടെ പേര് ചൊല്ലി വിളിക്കാം. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നവനായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അവൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കാം. ദൈവം നിങ്ങളെ എപ്പോഴും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാഗാറിൻ്റെ കൂടെ എൽറോയിയായി നിന്ന കർത്താവിനെ പോൽ നിങ്ങളുടെ കൂടെയും എപ്പോഴും ആ ദൈവം ഉണ്ടായിരിക്കട്ടെ. സ്ലീഹന്മാരുടെ ഒപ്പം ഗുരുവായി നിന്ന കർത്താവിനെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും ഓരോ സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ
നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.